ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിക്ഷണറി. അപ്പോൾ ഇന്ന് ഞാനൊരു സാധാരണ ഒരു മീൻ കറി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇച്ചിരി നല്ല അയില കിട്ടിയപ്പോൾ ഇന്ന് നന്നായിട്ടൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടേതായ അഭിപ്രായം ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് വീഡിയോയിലോട്ടേക്ക് ഒന്ന് പോയിട്ട് വരാം അല്ലേ. ഓക്കെ, ഇനി നിങ്ങളുടെ മീൻകറി ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തതയാണെങ്കിൽ അതും താഴെ കമൻറ്റായിട്ട് ഇടൂ കേട്ടോ. മൺചട്ടിയിൽ ഫിഷ് കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല രുചിയല്ലേ. അപ്പോൾ ഇതാണ്ട് മൺചട്ടി കഴുകിയിട്ടുണ്ട്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചൂടാവാൻ വെച്ചേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. ചട്ടീനെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കണം കേട്ടോ. ചുറ്റിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലേ സൈഡിലൊന്നും പിടിക്കാതിരിക്കാനാണ്. എണ്ണ വെച്ചൊന്ന് നന്നായിട്ട് ചുറ്റിക്കുക. കണ്ടോ, നന്നായിട്ട് ചുറ്റിച്ചു. എനിക്ക് കയ്യിൽ ക്യാമറ ഉള്ളത് കാരണേ ആദ്യം അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് കടുകിട്ടു. ഞാൻ കടുകിടാറില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇന്നിപ്പം ഇങ്ങനെയൊന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടേ ഇച്ചിരി കടുകിട്ടു. ഇനി ഇച്ചിരി ഉലുവ ഇടണം. ഇനിയിപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് ഇട്ടെടുക്കണം, വഴറ്റിയെടുക്കണം. ആദ്യം ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ഇതാണ് ചേർക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇത് മൂത്ത് വന്നതിന് ശേഷം സവാളയും പച്ചമുളകും കൂടി ചേർക്കാം. ഇതാണ്ട് ഒത്തിരി അങ്ങോട്ട് കളറ് മാറൊന്നും വേണ്ട കേട്ടോ. ഒന്ന് വാടിയിട്ട് അതിൻ്റെ പച്ചച്ചവ മാറിയാലും മാത്രം മതിയാവും കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേനും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി നല്ലവണ്ണം ആവട്ടെ. ഇതാണ്ട് ഇത്രയായി വന്നപ്പോഴത്തേനും നമ്മൾ ഇതിൽ ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണേ. ഈ സമയത്ത് നമ്മൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചട്ടി ചൂടായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തീയും കൂടി ആകുമ്പോഴത്തേനും കരിഞ്ഞ് ടേസ്റ്റ് മാറും. കരിയാണ്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മീൻകറി ആയിരിക്കും ഇത്. ഇതിലിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടേക്കണേ. നല്ല വാളം പുളിയാണ് ഞാൻ ഒഴിക്കുന്നത്. ആദ്യം വളരെ കുറച്ച് മാത്രം ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാര്യം മുളകിൻ്റെ ഒക്കെ പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പുളിവെള്ളവും കൂടി നമ്മൾ ചേർക്കുന്നു. പുളിവെള്ളം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പുളിവെള്ളം നമ്മൾ പുളി കുതിർക്കുമ്പോഴത്തേനും ഇളം ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഡയറക്റ്റ് കറിയിലോട്ടേ പച്ചവെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഞാൻ ഉപ്പ് പോലും ചേർക്കുന്നുള്ളൂ. ഇതാ കറി നന്നായിട്ട് തുള്ളി തുള്ളി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പിടാം. ഇനിയിപ്പോൾ അയില മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ തിളച്ച് വേകട്ടെ. ഇതുണ്ടോ, നല്ലൊരു മീൻകറിയാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള നിറമൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ലൈറ്റിൻ്റെ വെട്ടത്തിന് പറ്റണില്ല. ഞാൻ ഓരോ ലൈറ്റായിട്ട് ഓഫാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി നനയ്ക്കുന്നതോടുകൂടി മീൻകറി കംപ്ലീറ്റ് ആയിട്ടോ. കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി നനച്ചാൽ കിട്ടുന്ന ആ ഒരു രുചിയും ആ ഒരു മണവും ഒന്നും പറയണ്ട. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ, മതി. മീൻകറി റെഡി. ഇതാണ്ടേ ഇങ്ങനെയായി തിള കുറഞ്ഞു വരുവാണ്. ഇനി ചട്ടിയിൽ കിടന്ന് പാകത്തിനങ്ങോട്ട് വറ്റും. ടേസ്റ്റിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മീൻകറിയുടെ ഫൈനൽ ലുക്ക്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും അത്രയും താങ്ക്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.